ഏവർക്കും തിങ്ക് ടോണിക്കിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ 8th സ്റ്റാൻഡേർഡിന്റെ ബയോളജിയുടെ ഫസ്റ്റ് ചാപ്റ്ററായ ലെറ്റ്സ് കൾട്ടിവേറ്റ് ആൻഡ് റീപ്പ് ഗുഡ്നെസ്, നട്ടുനനയ്ക്കാൻ നന്മകൾ കൊയ്യാം എന്ന ചാപ്റ്ററിന്റെ മൂന്നാമത്തെ ഭാഗമാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഒന്നാമത്തെയും രണ്ടാമത്തെയും ഭാഗം കാണാത്തവരുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കുക. നമ്മൾ ഫസ്റ്റിലായിട്ട് അഗ്രികൾച്ചറിന്റെ ന്യൂ വേസിനെ കുറിച്ചും പോസിബിലിറ്റീസ് ഓഫ് മേക്ക് ഫാമിംഗ് പ്രോഫിറ്റബിളിനെ കുറിച്ചും, പിന്നെ വെർട്ടിക്കൽ ഫാമിംഗ്, ഡിഫറെന്റ് ഫെർട്ടിലൈസേഴ്സ്, ലീഫ് കളർ ചാർട്ട്, പ്ലാന്റിംഗ് ടെക്നിക്സ്, GM ക്രോപ്സ്, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പഠിച്ചായിരുന്നു. നമുക്ക് ഇന്നത്തെ ക്ലാസ് നോക്കാം. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ആദ്യം നമ്മൾ പഠിച്ചതിന്റെ കണ്ടിന്യൂസ് എന്താണെന്ന് നോക്കാം. യൂട്ടിലൈസേഷൻ ഓഫ് വാട്ടർ, ജലവിനിയോഗം. നോക്കൂ, ഒരു കോൺവെർസേഷൻ ആണ് തന്നിരിക്കുന്നത്. ഒബ്സർവ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ ടു ഫാർമേഴ്സ്. രണ്ട് കർഷകർ തമ്മിലുള്ള സംഭാഷണം ശ്രദ്ധിക്കാനാണ്. ആദ്യത്തെ ആൾ പറയാണ്, ഹാവ് യു സ്റ്റോപ്ഡ് വെജിറ്റബിൾ ഫാമിംഗ്? നിങ്ങൾ പച്ചക്കൃഷിയൊക്കെ മതിയാക്കിയോ? അടുത്ത ആൾ പറയാണ്, എന്താണ്, സംടൈം കണ്ടിന്യൂസ് റെയിൻ. ഇയാൾ പറയുന്നതാണ്, എന്താണ്, സംടൈംസ് കണ്ടിന്യൂസ് റെയിൻ, ചിലപ്പോൾ തോരാത്ത മഴ. സംടൈംസ് സിവിയർ ഡ്രോട്ട്, നോട്ട് ഹാവിംഗ് എ ഡ്രോപ്പ് ഓഫ് വാട്ടർ, വാട്ട് ഷാൾ ഐ ഡു? അപ്പോൾ ചിലപ്പോൾ തോരാത്ത മഴ, ചിലപ്പോൾ തുള്ളി വെള്ളം പോലും ഇല്ലാത്ത വരൾച്ച. എന്ത് ചെയ്യും? ഇങ്ങനെ വന്നാൽ എന്ത് ചെയ്യും? കൃഷി ചെയ്യാൻ പാടല്ലേ? അപ്പോൾ വാട്ട് സജഷൻസ് ക്യാൻ യു പുട്ട് ഫോർവേഡ് ടു സോൾവ് ദീസ് പ്രോബ്ലംസ്? ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ എന്ത് സജഷൻ നമുക്ക് കൊടുക്കാൻ പറ്റും? നിങ്ങളുടെ ചിന്താഗതി എന്താണോ അത് എഴുതുക. ഞാനിവിടെ 2-3 കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെ ചെയ്യാൻ പറ്റും ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി? ബിൽഡ് സ്മാൾ പോണ്ട്സ് ഓർ ടാങ്ക്സ് ടു കളക്ട് റെയിൻ വാട്ടർ ഡ്യൂറിങ് ദ റെയിനി സീസൺ. റെയിനി സീസൺ, മഴ സമയത്ത് എന്തോന്നാണ്, വെള്ളം ശേഖരിച്ചു വെക്കാൻ കുളം, ടാങ്ക് അതുപോലെയുള്ളവ നിർമ്മിക്കുക. അപ്പൊ കുറെ വെള്ളമൊക്കെ നമുക്ക് അതിൽ സേവ് ചെയ്യാൻ പറ്റും. അടുത്ത രണ്ടാമത് എന്തോന്ന് പറയാ, യൂസ് ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റം ടു കൺസർവ് വാട്ടർ ആൻഡ് പ്രൊവൈഡ് കോൺസിസ്റ്റന്റ് മോയ്സ്ചർ ടു ക്രോപ്സ്. വെള്ളം ലാഭിച്ച് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഡ്രിപ്പ് ഇറിഗേഷൻ മെത്തേഡ് ഉപയോഗിക്കുക. അടുത്തെന്തോന്നാണ്, അവോയ്ഡ് ഡിപ്പെൻഡിങ് ഓൺ ടൈപ്പ് ഓഫ് വെജിറ്റബിൾസ്, ഗ്രോ ഡ്രോട്ട് ആൻഡ് ഫ്ലഡ് റെസിസ്റ്റന്റ് വെറൈറ്റീസ്. അപ്പൊ ഒരു വിളയിൽ തന്നെ ആശ്രയിക്കാതെ വരൾച്ചയും കനത്ത മഴയും താങ്ങാനാകും വിധം വിവിധ തരം വിളകൾ ട്രൈ ചെയ്യുക. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റും. ഒരു പരിധി വരെയൊക്കെ നമുക്ക് ഇതിനെ പരിഹരിക്കാൻ പറ്റും. ഒത്തിരിയൊക്കെ ആയിക്കഴിഞ്ഞാൽ, മഴ ഭയങ്കരമായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതൊന്നും ചെയ്യാൻ പറ്റില്ല, ഈ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. അതിന് എന്തൊക്കെ നമുക്ക് ചെയ്യാമെന്നുള്ളത് അങ്ങോട്ട് പഠിക്കാം. ഓക്കെ, ഇത്രയും കാര്യം മനസ്സിലായോ? അടുത്തത് ഗ്രീൻ ഹൗസ്. ആദ്യത്തേതാണ് ഹരിതഗൃഹം, ഗ്രീൻ ഹൗസ്. ദിസ് സ്റ്റെപ്പ് ഹെൽപ്സ് ടു കൾട്ടിവേറ്റ് ബോത്ത് ഇൻ റെയിനി സീസൺ ആൻഡ് ഇൻ സമ്മർ സീസൺ എലൈക്ക്. കണ്ട, ഗ്രീൻ ഹൗസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ കൊടുത്തിരിക്കുന്നുണ്ട് ഒരു പിക്ചർ. മഴക്കാലത്തും വേനൽക്കാലത്തും ഒരേപോലെ കൃഷി ചെയ്യാൻ സഹായിക്കുന്ന സംവിധാനമാണിത്. അത് പഠിക്കണേ. ഗ്രീൻ ഹൗസ് മഴക്കാലത്തും വേനൽക്കാലത്തും ഒരുപോലെ കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് എന്തോന്ന് പറയുന്നത്, ഗ്രീൻ ഹൗസ് എന്ന് പറയുന്നത്. ഗ്രീൻ ഹൗസ് ഈസ് കൺസ്ട്രക്റ്റഡ് യൂസിംഗ് ഷീറ്റ്സ് ഓഫ് പ്ലാസ്റ്റിക്, നൈലോൺ, പോളിത്തീൻ എക്സെട്ര. പെസ്റ്റ് അറ്റാക്ക് ക്യാൻ ആൾസോ ബി റെഡ്യൂസ്ഡ് ബൈ ദിസ് മെത്തേഡ് ആസ് ആൾ ദ സൈഡ്സ് ആർ കവേർഡ്. അപ്പൊ പ്ലാസ്റ്റിക്, നൈലോൺ, പോളി എഥിലീൻ തുടങ്ങിയ ഷീറ്റുകൾ ഉപയോഗിച്ചാണ് ഹരിതഗൃഹം നിർമ്മിച്ചിരിക്കുന്നത്. എല്ലാ ഭാഗത്തും മറയുള്ളതിനാൽ കീടരോഗബാധ കുറയ്ക്കുന്നതിനും ഇതിലൂടെ കഴിയുന്നു. അപ്പൊ ഹരിതഗൃഹം, ഗ്രീൻ ഹൗസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് ഫുള്ളും വേണം, ഇത് ഫുള്ളും പഠിക്കണം. ഓക്കെ, എങ്ങനെയാണ് നിർമ്മിക്കുന്നത്? പോളിത്തീൻ ഷീറ്റ്, പ്ലാസ്റ്റിക്, നൈലോൺ ഒക്കെ വെച്ചിട്ടാണ് ഈ ഒരു ഗ്രീൻ ഹൗസ് നിർമ്മിക്കുന്നത്. അത് 4 സൈഡും കവർ ചെയ്ത് വരുന്നത് കൊണ്ട് തന്നെ കീടരോഗബാധയൊന്നും അധികം ഉണ്ടാകില്ല. ഓക്കെ, അപ്പൊ ഗ്രീൻ ഹൗസ് ഫസ്റ്റ് മെത്തേഡ് ഗ്രീൻ ഹൗസ് മനസ്സിലായോ? പഠിക്കണത്. അടുത്ത ഡ്രിപ്പ് ഇറിഗേഷൻ. This is an irrigation method using pipes and valves to water the roots in crops.
By doing this, loss of water is reduced to maximum. Another significance of this method is to the availability of water to all plants is ensured. അപ്പൊ ഡ്രിപ്പ് ഇറിഗേഷൻ മെത്തേഡ് ഈ പിക്ചർ നോക്കുമ്പോഴത്തേക്ക് നമുക്കറിയാൻ പറ്റും എങ്ങനെയാണ് തുള്ളി നന. ജലത്തെ തുള്ളികളായി വേരുപടലത്തിലേക്ക് വീഴ്ത്താൻ സഹായിക്കുന്ന പൈപ്പുകളും വാൽവുകളും ഉപയോഗിച്ചുള്ള ജലസേചന രീതിയാണ് ഡ്രിപ്പ് ഇറിഗേഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ വാൽവുകൾ ഉപയോഗിച്ചുള്ള ഇങ്ങനെ ചെയ്യുമ്പോൾ ജലനഷ്ടം പരമാവധി കുറയ്ക്കാം. എല്ലാ ചെടികൾക്കും ഒരേപോലെ ജലലഭ്യത ഉറപ്പുവരുത്താനും കഴിയും. അല്ലേ, നമ്മളിപ്പോ അധികമായിട്ട് കളയുന്ന വെള്ളം ഒരു പൊടി പോലും ഇതില് കളയില്ല. അപ്പൊ ചെടികളുടെ ചുവട്ടിൽ തന്നെ വീഴുകയും ചെയ്യും. അപ്പൊ വെള്ളം നമുക്ക് ലാഭിക്കാൻ കഴിയും. ഡ്രിപ്പ് ഇറിഗേഷൻ മെത്തേഡ് മനസ്സിലായ? ദിസ് ഈസ് ആൻ ഇറിഗേഷൻ മെത്തേഡ് യൂസിങ് പൈപ്സ് ആൻഡ് വാൽവ്സ് ടു വാട്ടർ ദ roots in drops. By doing this, loss of water is reduced to maximum. ഓക്കെ, ഡ്രിപ്പ് ഇറിഗേഷൻ മെത്തേഡ് അത് പഠിക്കണം. അടുത്ത് വിക്ക് ഇറിഗേഷൻ. വിക്ക് ഇറിഗേഷൻ എന്ന് പറഞ്ഞാൽ എന്തോന്നാണ്? തിരിനന. ഇതാ രണ്ടാമത്തെ പിക്ചർ നോക്കുമ്പോ അറിയാം. നോക്കോ, എ മെത്തേഡ് ഓഫ് ഡയറക്ട്ലി സപ്ലൈയിങ് വാട്ടർ to the roots of plants through a cotton cloth filter from a water sources is called wick irrigation. Wick irrigation എന്ന് പറഞ്ഞാൽ എന്താണ്? വിക്ക് ഇറിഗേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ പരുത്തിത്തുണി കൊണ്ടുള്ള തിരിയുടെ സഹായത്താൽ ജലസ്രോതസ്സിൽ നിന്ന് ചെടികളുടെ വേരുപടലത്തിന് സമീപത്തേക്ക് ജലം നേരിട്ടെത്തിക്കുന്ന രീതിയാണ് ഇത്. തുള്ളി നനയേക്കാൾ കുറച്ച് ജലം മാത്രമേ ഇതിന് വേണ്ടി വരുന്നുള്ളൂ. അപ്പോ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള കാര്യമാണ് ഏത്? തിരിനന എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്? പരുത്തിത്തുണി കൊണ്ടുള്ള തിരിയുടെ സഹായത്താൽ ജലസ്രോതസ്സിൽ നിന്ന് ചെടികളുടെ വേരുപടലത്തിന് സമീപത്തേക്ക് ജലം നേരിട്ടെത്തിക്കുന്ന രീതിയാണ് എന്തോന്ന് പറയുന്നത്? വിക്ക് ഇറിഗേഷൻ എന്ന് പറയുന്നത്. എ മെത്തേഡ് ഡയറക്ട്ലി സപ്ലൈയിങ് വാട്ടർ to the roots of plants through a cotton cloth filter from a water source is called wick irrigation. അപ്പോ തിരിനന ഉണ്ടല്ലോ, തുള്ളി നനയുണ്ടല്ലോ, ഡ്രിപ്പ് ഇറിഗേഷന്റെ അത്ര പോലും ഇതില് വെള്ളം ചെലവാകുന്നില്ല. ഓക്കെ, അപ്പൊ 3 മെത്തേഡ് എന്തോന്നാണ്? ആദ്യം നമ്മൾ പഠിച്ച ഗ്രീൻ ഹൗസ്, അത് കഴിഞ്ഞ് ഡ്രിപ്പ് ഇറിഗേഷൻ, ഇതിപ്പോ വിക്ക് ഇറിഗേഷൻ. ഓക്കെ, അടുത്തത് നോക്കാം. മൾച്ചിങ്, പുതയിടൽ. അതെന്തോന്നാണ് നോക്കാം. ദിസ് ഈസ് എന്താ ഒരു പിക്ചർ കൊടുത്തിരിക്കുന്ന കണ്ട? ദിസ് ഈസ് ദ ട്രഡീഷണൽ മെത്തേഡ് ഓഫ് കവറിംഗ് ദ സോയിൽ ഇൻ ദ ഫീൽഡ് യൂസിങ് ഡ്രൈ ലീവ്സ് എക്സെട്ര ടു റെഡ്യൂസ് വാട്ടർ ലോസ് ഡ്യൂ ടു ദ ഇവാപറേഷൻ. അപ്പൊ ബാഷ്പീകരണ നിമിത്തമുള്ള ജലനഷ്ടം കുറയ്ക്കുവാൻ കരിയിലകൾ, വൈക്കോൽ എന്നിവ ഉപയോഗിച്ച് കൃഷിയിടങ്ങളിലെ മണ്ണിനെ ആവരണം ചെയ്യുന്ന പരമ്പരാഗത രീതിയാണ് ഇത്. കണ്ട, കരിയിലയും വൈക്കോലൊക്കെ ഉപയോഗിച്ചതാ ഈ പിക്ചർ കാണുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും. ഇതാ ഇവിടെ കരിയിലയും എന്തോ പച്ചിലയൊക്കെ വെച്ചിട്ടാണ് ഇങ്ങനെ കൃഷി ചെയ്യുന്നത്. അപ്പൊ ദിസ് ഈസ് എ ട്രഡീഷണൽ മെത്തേഡ് ടു ഓഫ് കവറിംഗ് ദ സോയിൽ ഇൻ ദ ഫീൽഡ് ഓഫ് യൂസിങ് ഡ്രൈ ലീവ്സ്, ഹേ എക്സെട്ര ടു റെഡ്യൂസ് വാട്ടർ ലോസ് ഡ്യൂ ടു ദ ഇവാപറേഷൻ. ഇവാപറേഷൻ വഴിയുള്ള വാട്ടർ ലോസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ഡ്രൈ ലീവ്സും വൈക്കോല് അതൊക്കെ ഉപയോഗിച്ച് ഫീൽഡ് വെള്ളം എന്തോന്ന് ഇവാപറേറ്റ് ചെയ്ത് പോവാതെ അതിന് പുറത്ത് നിരത്തിയിട്ടിട്ട് ചെയ്യുന്ന ആ ഒരു കൃഷി രീതിയാണ് ഇത്. കണ്ട, മുകളില് വൈക്കോലൊക്കെ കിടക്കുന്ന കണ്ട. അത് കഴിഞ്ഞിട്ട് എന്തോന്നാണ്? Through this method is possible to reduce the growth of weeds and to make the soil enriched. 2 കാര്യങ്ങളുണ്ട്. കളകളുടെ വളർച്ച കുറയ്ക്കാനും മണ്ണ് ജൈവസമ്പുഷ്ടമാക്കാനും ഇതിലൂടെ കഴിയുന്നു. അപ്പോ ഏതൊക്കെ നമ്മൾ പഠിച്ച്? ഗ്രീൻ ഹൗസ് മെത്തേഡ്, പിന്നെ ഡ്രിപ്പ് ഇറിഗേഷൻ, വിക്ക് ഇറിഗേഷൻ, അടുത്തെന്തോന്നാണ്? മൾച്ചിങ്. ഏതൊക്കെയാണ് പഠിച്ചത്? ഹരിതഗൃഹം, തുള്ളിനന, തിരിനന, പുതയിടൽ. ഓക്കെ, അടുത്ത നോക്കാം. അടുത്ത പെസ്റ്റ് കൺട്രോൾ. അവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഷോൺ ഫിഗർ ഇൻഡിക്കേറ്റ് ദ പ്രോബ്ലം ഡിസ്കസ്. കീടനിയന്ത്രണം എങ്ങനെയാണ്? ചുവടെ ചേർത്തിരിക്കുന്ന ചിത്രങ്ങൾ എന്ത് പ്രശ്നത്തെയാണ് സൂചിപ്പിക്കുന്നത് നോക്കാനാണ്. കണ്ട, പോട്ട് ബോറർ എന്തോന്നാണ്?
ലെഗ്യൂം എന്തോന്നാണ്? കായതുരപ്പൻ. ഈ സാധനമാണ് കായതുരപ്പൻ. പയറിലൊക്കെയാണ് കാണുന്നത് കൂടുതലായിട്ട്. ലീഫ് റോളിംഗ് കാറ്റർപില്ലർ, ഇല ചുരുട്ടിപ്പുഴു. നമ്മൾ കണ്ടിരിക്കും ഈ വെണ്ടയിലൊക്കെ നമുക്ക് നോക്കിയാൽ കാണാം, ഇത് വെണ്ടയുടെയൊക്കെ ഇലകൾ ചുരുണ്ട് ചുരുണ്ട് ഇരിക്കുന്നത്. അത് ഇങ്ങനെ തുറന്ന് നോക്കുമ്പോൾ ഇതുപോലുള്ള ഒരു പുഴുവിനെ നമുക്ക് അതിനകത്ത് കാണാൻ കഴിയും. ഓക്കെ, അതെന്തോന്നാണ്? ഇല ചുരുട്ടിപ്പുഴു, ലീഫ് റോളിംഗ് കാറ്റർപില്ലർ. അടുത്ത് സ്റ്റെം ബോറർ, ബ്രിഞ്ചലിലൊക്കെയാണ് കൂടുതലായിട്ട് ഇത് കാണുന്നത്. തണ്ടുതുരപ്പൻ, വഴുതനയിലൊക്കെ കാണുന്നത് ഒരു പുഴുവാണ് ഇത്. ഇതൊക്കെ നമ്മുടെ കൃഷി നശിപ്പിക്കുന്ന കീടങ്ങളാണ് അല്ലെ. 2 ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. വിച്ച് ആർ ദ മേജർ പെസ്റ്റ് ദാറ്റ് അഫക്ട് ദ ക്രോപ്സ് ഇൻ അവർ ലൊക്കാലിറ്റി? നമ്മുടെ പ്രദേശത്തെ വിളകളെ ബാധിക്കുന്ന പ്രധാന കീടങ്ങൾ ഏതെല്ലാം? ഏതൊക്കെ? നമ്മളിപ്പോ പഠിച്ച 3 തന്നെ. പോട്ട് ബ്രോറർ, കായതുരപ്പൻ, ലീഫ് റോളിംഗ് കാറ്റർപില്ലർ, ഇല ചുരുട്ടിപ്പുഴു, സ്റ്റെം ബോറർ, തണ്ടുതുരപ്പൻ. ഓക്കെ, അതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ ആൻസർ. അടുത്ത രണ്ടാമതൊരു ക്വസ്റ്റ്യനും കൂടെ വന്നിട്ടുണ്ട്. വിച്ച് ആർ ദ ഡിഫറെന്റ് മെത്തേഡ്സ് അഡോപ്റ്റഡ് ടു കൺട്രോൾ പെസ്റ്റ് ബൈ ദ ഫാർമേഴ്സ് ഇൻ യുവർ ലൊക്കാലിറ്റി? കീടങ്ങളെ നിയന്ത്രിക്കുവാൻ നിങ്ങളുടെ പ്രദേശത്തെ കർഷകർ സ്വീകരിക്കുന്ന വിവിധ മാർഗങ്ങൾ ഏവ? ഏതൊക്കെ? യൂസിങ് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് നെസ്റ്റ് ആൻഡ് ട്രാപ്സ്, മെക്കാനിക്കൽ പെസ്റ്റ് കൺട്രോളിൽ, അതായത് വല, കെണി അതുപോലെയുള്ള യാന്ത്രിക നിയന്ത്രണം നടത്തുന്ന അത് ഉപയോഗിക്കൽ. പിന്നെന്തോന്നാണ്? യൂട്ടിലൈസിങ് ഫ്രണ്ട്ലി പെസ്റ്റ്, ബയോളജിക്കൽ പെസ്റ്റ് കൺട്രോൾ, മിത്ര കീടങ്ങളെ ഉപയോഗിക്കൽ. പിന്നെന്തോന്നാണ്? ആപ്ലിക്കേഷൻ ഓഫ് കെമിക്കൽ പെസ്റ്റിസൈഡ്സ്, കീടനാശിനി പ്രയോഗിക്കൽ. പിന്നെ എന്താണ്? ഫാമിംഗ് ഓഫ് റെസിസ്റ്റൻസ് വെറൈറ്റീസ്, കീടങ്ങളെ പ്രതിരോധിക്കുന്ന ഇനങ്ങൾ തിരഞ്ഞെടുത്ത് കൃഷി ചെയ്യുക. ഈ 4 മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാൻ കഴിയും. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ മനസ്സിലായോ? അടുത്ത് നമുക്ക് നോക്കാം. ഇന്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെന്റ്, IPM, സംയോജിത കീട നിയന്ത്രണം എന്താണെന്ന് നോക്കാം. യു നോ ദാറ്റ് there are different methods of pest control. While selecting a pest control method, population density of the pest, nature of crops, etc. should be considered. The need of farmers is not to kill all the pests but control their multiplication without any harm to the crops. സംയോജിത കീടനിയന്ത്രണം എന്താണ്? കീടനിയന്ത്രണത്തിന് വ്യത്യസ്തമായ മാർഗങ്ങൾ നിലവിലുണ്ടെന്നറിയാമല്ലോ. കീടങ്ങളുടെ സാന്ദ്രത, വിളകളുടെ സ്വഭാവം എന്നിവ കണക്കിലെടുത്തു വേണം കീട നിയന്ത്രണ മാർഗങ്ങൾ തിരഞ്ഞെടുക്കാൻ. മുഴുവൻ കീടങ്ങളെയും കൊന്നെടുക്കുക എന്നതല്ല, വിളകൾക്ക് നാശമുണ്ടാകാത്ത തരത്തിൽ അവയുടെ പെരുകൽ നിയന്ത്രിക്കുക എന്നതാണ് കർഷകരുടെ ആവശ്യം. കഴിഞ്ഞ നിങ്ങൾ 7ാം ക്ലാസ്സിലെ ഈ ഒരു പോർഷൻ പഠിച്ചിട്ടുണ്ട്. പരിസ്ഥിതിക്ക് ആരോഗ്യത്തിനും ദോഷകരമായ കീടനാശിനികൾ എപ്പോഴും ഇതിനായി ഉപയോഗിക്കേണ്ടതില്ല. പലതരം വലകളും കെണികളും കൊണ്ടുള്ള യാന്ത്രിക കീട നിയന്ത്രണ മാർഗങ്ങൾ, മിത്ര കീടങ്ങൾ, കീടബാധ ചെറുക്കൽ, കഴിവുള്ള വിത്തിനങ്ങളുടെ കൃഷി എന്നിവയിലൂടെ കീടനാശിനികളുടെ ഉപയോഗം പരമാവധി കുറയ്ക്കുന്ന രീതിയാണ് സംയോജിത കീടനിയന്ത്രണം എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് സംയോജിത കീടനിയന്ത്രണം എന്ന് പറഞ്ഞാൽ? എന്താണ്? പരിസ്ഥിതിക്കും ആരോഗ്യത്തിനും ദോഷകരമായ കീടനാശിനികൾ എപ്പോഴും പലതരം വലകളും കെണികളും കൊണ്ടുള്ള യാന്ത്രിക കീട നിയന്ത്രണ മാർഗങ്ങൾ, മിത്രകീടങ്ങൾ, കീടബാധ ചെറുക്കൽ, കഴിവുള്ള വിത്തിനങ്ങളുടെ കൃഷി എന്നിവയിലൂടെ കീടനാശിനികളുടെ ഉപയോഗം പരമാവധി കുറയ്ക്കുന്ന രീതിയാണ് സംയോജിത കീടനിയന്ത്രണം എന്ന് പറയുന്നത്. എന്തോന്നാണ് ഇന്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് used to mechanical pest control methods with different kinds of nest and traps, utilizing friendly pests, use the resistance of variety of seeds of farming and reduce the use of pesticides. മനസ്സിലായ? പലതരം വലകളും കെണികളും കൊണ്ടുള്ള യാന്ത്രിക കീട നിയന്ത്രണ മാർഗങ്ങൾ, മിത്രകീടങ്ങൾ, കീടബാധ ചെറുക്കാൻ കഴിവുള്ള വിത്തിനങ്ങളുടെ കൃഷി എന്നിവയിലൂടെ കീടനാശിനികളുടെ ഉപയോഗം പരമാവധി കുറയ്ക്കുന്ന രീതിയാണ് സംയോജിത കീടനിയന്ത്രണം എന്ന് പറയുന്നത്. എന്തോന്നെന്ന് പറയുന്നത്? ഇന്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ,
ക്ലിയർ ആയോ? ഇന്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെന്റ് ഈസ് യൂസ് ദ മെക്കാനിക്കൽ പെസ്റ്റ് കൺട്രോൾ മെത്തേഡ് വിത്ത് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഏതൊക്കെ നെസ്റ്റ് ആൻഡ് ട്രാപ്സ്, യൂട്ടിലൈസിംഗ് ഫ്രണ്ട്ലി പെസ്റ്റ്, യൂസ് ഓഫ് റെസിസ്റ്റന്റ് വെറൈറ്റീസ് ഓഫ് സീഡ്സ് ഫോർ ഫാമിംഗ് ആൻഡ് റെഡ്യൂസ് ദ യൂസ് ഓഫ് പെസ്റ്റിസൈഡ്സ്. ഓക്കെ. During instance of increased pest attack and the threat of crop loss, pesticides should be used only in suggested quantities, keeping the precautions. കീടങ്ങൾ പെരുകുകയും വിളനഷ്ടം ഉണ്ടാകാൻ സാധ്യതയേറുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ നിർദ്ദേശിക്കപ്പെട്ട അളവിലും മുൻകരുതലുകൾ പാലിച്ചും വേണം കീടനാശിനികൾ ഉപയോഗിക്കേണ്ടത്. ഓക്കെ, ക്ലിയർ ആയോ? ഇതിൽ സംയോജിത കീട നിയന്ത്രണം അതെന്താണെന്ന് പഠിക്കണം. ഇന്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെന്റ്. ഓക്കെ, അതത്രയും ഇത് മുതൽ ഇതുവരെയുള്ളത് പഠിക്കാനുള്ളതാണ്. ഓക്കെ, അടുത്ത് നോക്കാം. അടുത്തെന്താണ്? ഇന്റഗ്രേറ്റഡ് ഫാമിംഗ്. ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് എന്താണ്? സംയോജിത കൃഷി എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ സംയോജിത കീട നിയന്ത്രണമാണ് പഠിച്ചത്. അടുത്ത് സംയോജിത കൃഷി. ഈസ് ഫാമിംഗ് ജസ്റ്റ് അബൌട്ട് ദ കൾട്ടിവേഷൻ ഓഫ് പ്ലാന്റ്സ്? സസ്യപരിപാലനം മാത്രമാണോ കൃഷി? അല്ല. When birds, fish and other animals are raised along with the crops, it is also farming. സസ്യപരിപാലനത്തോടൊപ്പം പക്ഷികൾ, മത്സ്യങ്ങൾ, മൃഗങ്ങൾ എന്നിവയെ വളർത്തുന്നതും ഒരു കൃഷി തന്നെയാണ് തന്നെ. ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് ഈസ് ദ പ്രാക്ടീസ് ഓഫ് നമ്പർ ഓഫ് ഡൈവേഴ്സ് ലിവിംഗ് ഓർഗാനിസം ടുഗദർ. ഇപ്രകാരം വൈവിധ്യമാർന്ന ജീവികളെ ഒരുമിച്ച് പരിപാലിക്കുന്നതാണ് സംയോജിത കൃഷി എന്ന് പറയുന്നത്. അപ്പൊ സംയോജിത കൃഷി എന്ന് പറഞ്ഞാൽ എന്തോന്നാണ്? വൈവിധ്യമാർന്ന ജീവികളെ ഒരുമിച്ച് പരിപാലിക്കുന്ന രീതിയാണ് സംയോജിത കൃഷി എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് ഈസ് ദ പ്രാക്ടീസ് നർട്ടറിംഗ് ഡൈവേഴ്സ് ലിവിംഗ് ഓർഗാനിസം ടുഗദർ. പലതരത്തിലുള്ള ജീവികളെ ഒരുമിച്ച് പരിപാലിക്കുന്ന രീതിയാണ് എന്തോന്ന് പറയുന്നത്? ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് എന്ന് പറയുന്നത്. വിസിറ്റ് ദ ഇന്റഗ്രേറ്റഡ് ഫാം ഓഫ് ഇൻ യുവർ ലൊക്കാലിറ്റി ആൻഡ് അനലൈസ് ദ ഇൻഡിക്കേറ്റേഴ്സ്, പ്രിപ്പയർ എ റിപ്പോർട്ട്. ഇവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്. അതിൽ ഒക്കെ കന്നുകാലികള്, കോഴി, താറാവ്, അങ്ങനെയുള്ളതും ഫിഷ്, പിന്നെ എന്തോന്നാണ് ഫാമി, എല്ലാം കൂടെ ചേർന്നതാണ് സംയോജിത കൃഷി രീതി എന്ന് പറയുന്നത്. ഓക്കെ, ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് ഈസ് ദ പ്രാക്ടീസ് നർട്ടറിംഗ് ഡൈവേഴ്സ് ലിവിംഗ് ഓർഗാനിസം ടുഗദർ. ഓക്കെ, അടുത്ത് നോക്കൂ. ഇന്റഗ്രേറ്റഡ് ഫാമിംഗിൽ വരുന്നത് ഏതൊക്കെയാണ്? ഹെൻ, ഡക്ക്. സംയോജിത കൃഷി ഇതൊക്കെ പല രീതിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രയോജനപ്പെടുകയാണ് ചെയ്യുന്നത്. കാലി വളർത്തൽ, അതിൽ വളം, തീറ്റ, നെൽകൃഷി, തീറ്റ, നെല്ല് ഇവിടെ കോഴികൾക്ക് തീറ്റയായിട്ട് വരും. പിന്നെ എന്തോന്നാണ്? ഈ കോഴികളുടെ വളം നെല്ലിന് ഉപയോഗപ്രദമായിട്ട് വരുന്നുണ്ട്. പിന്നെ എന്തോന്നാണ്? കോഴി, താറാവിന്റെ അതിന്റെ വളം നമ്മൾ ഈ പച്ചക്കറികൾക്ക് ഉപയോഗിക്കാറുണ്ട്. പിന്നെ കാലി വളർത്തൽ, അതേണൊക്കെ തന്നെ കാലി വളർത്തൽ അതിന്റെ കമ്പോസ്റ്റ് വേസ്റ്റ് എന്തോന്നാണ് പച്ചക്കറികൾക്ക് വളമായിട്ട് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ സംയോജിത കൃഷി കൊണ്ട് അത് രണ്ട് രീതിയിലും പ്രയോജനപ്പെടുന്നുണ്ട്. വളങ്ങളായിട്ട് ഉപയോഗിക്കാൻ പറ്റും, ഒന്നിന്റെ ആഹാരമായിട്ടൊക്കെ ഉപയോഗിക്കാൻ കഴിയും. ഓക്കെ, ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് അഡ്വാൻറ്റേജസ് ആൻഡ് പോസിബിലിറ്റീസ്. പിന്നെ എന്തോന്നാണ്? ഫുഡ് സേഫ്റ്റി, റെഡ്യൂസ് ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ഇതെന്തൊക്കെയാണെന്നുള്ളത് നോക്കിയോ. ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് അഡ്വാൻറ്റേജസ് ആൻഡ് പോസിബിലിറ്റീസ്. ആദ്യം അത് നോക്കാം. ഏതാണ് ആൻസർ നോക്കാം. നമുക്ക് എന്തൊക്കെയാണ്? മാക്സിമം യൂട്ടിലൈസേഷൻ ഓഫ് സ്പേസ്. Even if there is a loss in one crop, it can compensated by others. പിന്നെ മൂന്നാമത്തെ പെസ്റ്റ് കൺട്രോൾ became possible when raising ducks. അതായത് സ്ഥലത്തിന്റെ പരമാവധി വിനിയോഗം. പിന്നെ ഒരു വിളയിൽ നഷ്ടമുണ്ടായാലും മറ്റുള്ളവയിൽ നിന്ന് അത് പരിഹരിക്കാം. താറാവിനെ വളർത്തുമ്പോൾ കീടനിയന്ത്രണം സാധ്യമാവുന്നു. അപ്പോൾ പെസ്റ്റ് കൺട്രോള്, പിന്നെ എന്തോന്നാണ്? സ്ഥലത്തിന്റെ പരമാവധി വിനിയോഗം. ഈ സംയോജിത കൃഷി വരുമ്പോഴത്തേക്ക്, ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് വരുമ്പോഴത്തേക്ക് പിന്നെ എന്തോന്നാണ്?
Even if there is a loss on crop, it can compensated by others. പിന്നെ പെസ്റ്റ് കൺട്രോൾ became possible when raising ducks. അടുത്ത സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഫുഡ് സേഫ്റ്റി ഉറപ്പുവരുത്തുക. എങ്ങനെ? നോൺ ടോക്സിക് ആൻഡ് non-adulterated food becomes available. Self-sufficient in food is achieved. വിഷരഹിതവും മായമില്ലാത്തതുമായ ഭക്ഷണം ലഭ്യമാകുന്നു. ആഹാരത്തിൽ സ്വയം പര്യാപ്തത കൈവരുന്നു. ഓക്കെ, അടുത്ത് തേർഡ് ക്വസ്റ്റ്യൻ, ഉൽപാദന ചെലവ് കുറയ്ക്കുക. റെഡ്യൂസിങ് ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. എങ്ങനെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറയുന്നത്? The byproduct of one can be used as fertilizer or feed for another. This reduce cost. ഒന്നിന്റെ ഉൽപാദനം മറ്റൊന്നിന് വളമായോ തീറ്റയായോ ഉപയോഗിക്കുക. ഇത് ചെലവ് കുറയ്ക്കുന്നു. എങ്ങനെ? ഇപ്പം കന്നുകാലികളെ വളർത്തുമ്പോൾ അതിന്റെ വളം നമ്മൾ കൃഷി ചെയ്യുന്ന ചെടികൾക്ക് വളമായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ അത് നമുക്ക് പുറത്തുനിന്ന് വാങ്ങേണ്ട കാര്യമില്ല, അതിൽ നിന്ന് തന്നെ കിട്ടും. അങ്ങനെ നമുക്ക് അതിന്റെ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാം. അങ്ങനെ എല്ലാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് അതുമായിട്ട് ബന്ധപ്പെടുത്തി കൃഷി ചെയ്യാൻ കഴിയും. ഓക്കെ, അപ്പൊ 3 ക്വസ്റ്റ്യൻ ആണ് ഇതിൽ പറഞ്ഞത്. ഇന്റഗ്രേറ്റഡ് ഫാമിംഗിന്റെ അഡ്വാൻറ്റേജസും പോസിബിലിറ്റീസ്, ഫുഡ് സേഫ്റ്റിയെ കുറിച്ച്, റെഡ്യൂസിങ് ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനെ കുറിച്ച്. അത് അത്രയും ക്ലിയർ ആയോ? അടുത്ത എന്താണ് സ്മാർട്ട് ഫാമിംഗ്? സ്മാർട്ട് ഫാമിംഗ് ഈസ് ദ എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് മോഡേൺ ടെക്നോളജീസ് ഓർ പ്രാക്ടീസ് ഇൻ അഗ്രികൾച്ചർ. അപ്പോൾ സ്മാർട്ട് ഫാമിംഗ് എന്ന് പറഞ്ഞാൽ എന്തോന്നാണ്? ആധുനിക സാങ്കേതിക വിദ്യപ്പെടുത്തുന്നതാണ് സ്മാർട്ട് ഫാമിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ആധുനിക സാങ്കേതിക വിദ്യ കൃഷിയിൽ ഫലപ്രദമായി പ്രയോഗിക്കുന്നതിനാണ് സ്മാർട്ട് ഫാമിംഗ് എന്ന് പറയുന്നത്. ഒരു ന്യൂസ് റിപ്പോർട്ട് തന്നിരിക്കുകയാണ്. The young farmer is the center of attention. യുവ കർഷകൻ ശ്രദ്ധയാന്ദ്രമാകുന്നു. എറണാകുളം. A young farmer in Ernakulam has become a role model by leaving this highly paid job in the IT sector to focus on farming. He has achieved greater success by combining modern agricultural techniques with his IT experience. It refers to his farming method as smart farming. എന്താണ്? IT മേഖലയിൽ ഉയർന്ന ശമ്പളം ഉണ്ടായിരുന്ന യുവാവ് നിലവിലുണ്ടായിരുന്ന തന്റെ ജോലി ഉപേക്ഷിച്ച് കൃഷിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും മികച്ച വിജയം കൈവരിക്കുകയും ചെയ്തിരിക്കുകയാണ്. കാർഷിക രംഗത്തെ നൂതന രീതികളും IT മേഖലയിലെ അറിവുകളും പ്രയോജനപ്പെടുത്തിയാണ് ഈ നേട്ടം കൈവരിച്ചത്. തന്റെ കൃഷി രീതിയെ സ്മാർട്ട് ഫാമിംഗ് എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. ഓക്കെ, അതൊന്ന് ജസ്റ്റ് മനസ്സിലാക്കിയിരുന്നാൽ മതി. സ്മാർട്ട് ഫാമിംഗ് എന്തൊക്കെയാണ് നോക്കുക. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ എന്തോന്നാണ്? നിർമ്മിത ബുദ്ധി. By sharing images and information related to crops, you can find solution to problems with the help of artificial intelligence. അതായത് വിളകളുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ, വിവരങ്ങൾ എന്നിവ പങ്കുവച്ച് നിർമ്മിത ബുദ്ധിയുടെ സഹായത്താൽ പ്രശ്ന പരിഹാര മാർഗങ്ങൾ കണ്ടെത്തുന്നതാണ് എന്തോന്നാണ്? നിർമ്മിത ബുദ്ധി ഓർ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. അടുത്ത ഇന്റർനെറ്റ് ഓഫ് തിങ്സ്. Internet of Things. With the help of sensors, moisture, fertility and pest infestation are identified and a problem solving system is prepared with the help of machines. എന്താണ്? സെൻസറുകളുടെ സഹായത്താൽ ജലാംശം, ഭൂമിയിൽ അധിഷ്ഠിത കീടബാധ എന്നിവ തിരിച്ചറിഞ്ഞ് യന്ത്ര സഹായത്താൽ പ്രശ്ന പരിഹാര സംവിധാനം ഒരുക്കുന്നതാണ് ഇന്റർനെറ്റ് ഓഫ് തിങ് എന്ന് പറയുന്നത്. പിന്നെ എന്തോന്നാണ്? ഹൈഡ്രോപോണിക്സ്. ഹൈഡ്രോപോണിക്സ് എന്ന് പറഞ്ഞാൽ പ്ലാന്റ്സ് ആർ ഗ്രോ ഇൻ ന്യൂട്രിയന്റ് സൊല്യൂഷൻസ് ആൻഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് sensors the amount of nutrient is detected and provided as needed. പോഷക ലായനിയിൽ സസ്യങ്ങളെ വളർത്തുകയും സെൻസറുകളുടെ സഹായത്താൽ പോഷകങ്ങളുടെ അളവ് തിരിച്ചറിഞ്ഞ് ആവശ്യാനുസരണം ലഭ്യമാക്കുകയും ചെയ്യുന്ന പ്രവർത്തന രീതിയാണ് ഹൈഡ്രോപോണിക്സ് എന്ന് പറയുന്നത്. അടുത്ത എയറോപോണിക്സ് എന്ന് പറയുന്നത് എന്താണ്? വാട്ടർ ആൻഡ് ന്യൂട്രിയൻസ് ആർ ഡെവലപ്ഡ് ടു ദ റൂട്ട് ആൻഡ് ഗ്രോ ഇൻ ടു ദ എയർ ഇൻ ദ ടൈംലി മാനർ വിത്ത് ദ ഹെൽപ്പ് ഓഫ് സെൻസേഴ്സ്. അതായത് വായുവിലേക്ക് വളർന്നു നിൽക്കുന്ന വേരുകളിലേക്ക് ജലവും പോഷകങ്ങളും യഥാസമയം
സെൻസറുകളുടെ സഹായത്താൽ ലഭ്യമാക്കുന്ന രീതിയാണ് എയറോപോണിക്സ് എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് സ്മാർട്ട് ഫാമിങ്ങിൽ വരുന്നത്. എന്തോന്നാണ്? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഇന്റർനെറ്റ് ഓഫ് തിങ്സ്, ഹൈഡ്രോപോണിക്സ്, എയറോപോണിക്സ്. ഹൈഡ്രോപോണിക്സ്, എയറോപോണിക്സ് എന്താണെന്ന് മനസ്സിലായല്ലോ. അപ്പൊ ഇതൊക്കെ മാത്രം ചെയ്താൽ മാത്രം മതിയോ? പോരാ, നമുക്ക് അതിന്റെ മാർക്കറ്റിംഗും കൂടെ അറിഞ്ഞിരിക്കണം. മാർക്കറ്റിംഗ്, വിപണനം. Should the farmers along the smart enough? In this era of online marketing, agriculture product marketing also need to be smart, making the process from harvest of production visible the consumers directly can increase the credibility and market value of products. This can be easily achieved through the sensors, donors, and AI cameras in farms. Though it's also possible to deliver the products directly to the consumers worldwide and increase the global marketing potential of products with geographical indications. അതായത് വിപണനം എന്ന് പറയുന്ന കൃഷി മാത്രം സ്മാർട്ടായാൽ മതിയെ പോരാ, ഓൺലൈൻ മാർക്കറ്റിംഗിന്റെ ഈ കാലഘട്ടത്തിൽ കാർഷിക ഉൽപ്പന്ന വിപണനവും സ്മാർട്ട് ആവേണ്ടതല്ലേ? വിത്തിറക്കുന്നത് മുതൽ വിളവെടുപ്പ് നടത്തുന്നത് വരെയുള്ള കാര്യങ്ങൾ ഉപഭോക്താക്കൾക്ക് നേരിൽ കാണാനുള്ള സംവിധാനം ഒരുക്കിയാൽ ഉൽപ്പന്നങ്ങളുടെ വിശ്വാസ്യതയും വിപണന മൂല്യവും വർദ്ധിപ്പിക്കാനാവില്ലേ? കൃഷിയിടങ്ങളിലെ സെൻസറുകൾ, ഡ്രോണുകൾ, AI ക്യാമറകൾ എന്നിവയിലൂടെ ഇത് എളുപ്പത്തിൽ നമുക്ക് സാധ്യമാക്കാം. ഉൽപ്പന്നങ്ങളെ ലോകമെമ്പാടുമുള്ള ഉപഭോക്താക്കളിലേക്ക് നേരിട്ട് എത്തിക്കാനും ഇതിനാകും. ഭൗമസൂചിക പദവി ലഭിച്ചിട്ടുള്ള ഉൽപ്പന്നങ്ങളുടെ ആഗോള വിപണന സാധ്യത വർദ്ധിപ്പിക്കാനും ഇതിലൂടെ സാധിക്കും. അപ്പൊ നമ്മൾ നല്ല രീതിയിൽ കൃഷി ചെയ്യുന്നത്, അതിപ്പോ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും, ഇപ്പൊ ഓൺലൈൻ ആയിട്ട് മാർക്കറ്റിംഗ് നടത്തുകയാണെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും, നമ്മൾ കൃഷി തുടങ്ങുന്നത് മുതൽ അതിൽ നിന്ന് വിളവെടുക്കുന്നത് വരെയുള്ള കാര്യങ്ങൾ നമുക്ക് ക്യാമറകളിൽ പകർത്തി നമുക്ക് അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ കഴിയും. അതുപോലെ തന്നെ നമ്മൾ കൃഷി ചെയ്യുന്ന വസ്തുക്കൾ അത് നല്ല വിപണന മൂല്യം ഉള്ളതും വിശ്വസ്തവുമാണെന്ന് മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ നമുക്ക് കഴിയുകയും ചെയ്യും. അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മളുടെ വസ്തുക്കൾക്ക് മാർക്കറ്റിംഗ് ഉണ്ടാവും. ഓക്കെ, ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്, അപ്പൊ നമ്മൾ ഇന്ന് എന്തെല്ലാം കാര്യങ്ങൾ പഠിച്ചു? ഒത്തിരി കാര്യങ്ങൾ പഠിച്ചായിരുന്നു. പെട്ടെന്ന് നോക്കാവുന്ന ഏതൊക്കെ കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പഠിച്ചതെന്നുള്ളത്. എന്തൊക്കെ? ഗ്രീൻ ഹൗസ്. എന്താണ് ഗ്രീൻ ഹൗസ് എന്നുള്ളത് പഠിക്കണം. ഗ്രീൻ ഹൗസ് ഈസ് കൺസ്ട്രക്റ്റഡ് This step helps to cultivate both in rainy season and summer season alike. Greenhouse is constructed using sheet of plastic, nylon, polythene, etc. Pest attack can also be reduced by this method as all the sites are covered. ഓക്കെ, അത് പഠിക്കണം. മഴക്കാലത്തും വേനൽക്കാലത്തും ഒരുപോലെ കൃഷി ചെയ്യാൻ സഹായിക്കുന്ന സംവിധാനമാണ് ഹരിതഗൃഹം എന്ന് പറയുന്നത്. പ്ലാസ്റ്റിക്, നൈലോൺ, പോളി എത്തിലീൻ തുടങ്ങിയ ഷീറ്റുകൾ ഉപയോഗിച്ചാണ് ഹരിതഗൃഹം നിർമ്മിച്ചിരിക്കുന്നത്. എല്ലാ ഭാഗത്തും മറയ്ക്കുന്നതിനാൽ കീടരോഗബാധ കുറയ്ക്കാൻ ഇതിലൂടെ കഴിയും. അടുത്ത ഏതാണ്? ട്രിപ്പ് ഇറിഗേഷൻ. ട്രിപ്പ് ഇറിഗേഷൻ എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് ദ ഇറിഗേഷൻ മെത്തേഡ് യൂസിംഗ് പൈപ്സ് ആൻഡ് വാൾവ്സ് ടു വാട്ടർ ദ റൂട്ട്സ് ഇൻ ഡ്രോപ്സ്. ബൈ ഡൂയിങ് ദിസ് ലോസ് ഓഫ് വാട്ടർ ഈസ് റെഡ്യൂസ്ഡ് ടു മാക്സിമം. അത് ട്രിപ്പ് ഇറിഗേഷൻ. ഓക്കെ, എന്താണ്? ജലത്തെ തുള്ളികളായി വേരുപടലങ്ങളിലേക്ക് വീഴ്ത്താൻ സഹായിക്കുന്ന പൈപ്പുകളും വാൽവുകളും ഉപയോഗിച്ചുള്ള ജലസേചന രീതിയാണ് ഇതെന്ന് പറയുന്നത്. അടുത്ത് വിക്ക് ഇറിഗേഷൻ. A method of directly supplied water to the roots of plants through a cotton cloth filter from the water sources is called wick irrigation. പരുത്തി തുണി കൊണ്ടുള്ള തിരിയുടെ സഹായത്താൽ ജലസ്രോതസ്സിൽ നിന്ന് ചെടികൾ വേരുപടലത്തിന് സമീപത്തേക്ക് ജലം നേരിട്ടെത്തിക്കുന്ന രീതിയാണ് തിരിനന എന്ന് പറയുന്നത്. അപ്പൊ അത് 3 ക്വസ്റ്റ്യനും പഠിക്കണം. അടുത്ത മൾച്ചിങ്, പുതയിടൽ എന്ന് പറയുന്നത്. ദിസ് ഈസ് ദ ട്രഡീഷണൽ മെത്തേഡ് ഓഫ് കവറിംഗ് ദ സോയിൽ ഇൻ ദ ഫീൽഡ് ഓഫ് യൂസിംഗ് ഡ്രൈ ലീവ്സ്, ഹേ എക്സെട്ര ടു റെഡ്യൂസ് വാട്ടർ ലോസ് ഡ്യൂ ടു ഇവാപറേഷൻ. ബാഷ്പീകരണം നിമിത്തമുള്ള ജലനഷ്ടം കുറയ്ക്കുവാൻ കരിയിലകൾ, വൈക്കോൽ എന്നിവ ഉപയോഗിച്ച് കൃഷിയിടങ്ങളിലെ മണ്ണിനെ ആവരണം ചെയ്യുന്ന പരമ്പരാഗത രീതിയാണ് പുതയിടൽ എന്ന് പറയുന്നത്. അടുത്ത പെസ്റ്റ് കൺട്രോൾ. ഏതൊക്കെ? വിച്ച് ആർ ദ മേജർ പെസ്റ്റ് ദാറ്റ് അഫക്ട് ദ ക്രോപ്സ് ഇൻ അവർ ലൊക്കാലിറ്റി. ഏതൊക്കെ? പോട്ട് ബോറർ, ലീഫ് റോളിംഗ് കാറ്റർപില്ലർ, സ്റ്റെം ബോറർ, കായതുരപ്പൻ, ഇല ചുരുട്ടിപ്പുഴു, തണ്ടുതുരപ്പൻ. അടുത്ത സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്തോന്നാണ്? അത് രണ്ടും പഠിക്കാനുള്ളതാണ്. വിച്ച് ആർ ദ ഡിഫറെന്റ് മെത്തേഡ്സ് അഡോപ്റ്റഡ് ടു കൺട്രോൾ പെസ്റ്റ്
by the farms in your locality. ഏതൊക്കെ? using different kinds of nest and traps, utilizing friendly pest, application of chemical pesticides, farming of resistant varieties. ഓക്കെ, ഇത് പഠിക്കാനുണ്ട്. അടുത്ത ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് ഓർ സംയോജിത കൃഷി എന്ന് പറഞ്ഞാൽ എന്തോന്നാണ്? ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് ഈസ് ദ പ്രാക്ടീസ് ഓഫ് നർട്ടറിംഗ് ഡൈവേഴ്സ് ലിവിംഗ് ഓർഗാനിസം ടുഗദർ. വൈവിധ്യമാർന്ന ജീവികളെ ഒരുമിച്ച് പരിപാലിക്കുന്ന രീതിയാണ് സംയോജിത കൃഷി എന്ന് പറയുന്നത്. ഓക്കെ, അതിനിടയ്ക്ക് ഒരു ക്വസ്റ്റ്യൻ പോയായിരുന്നു. എന്താണ് ഇന്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെന്റ്? ഇന്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെന്റ് ഈസ് യൂസ് of mechanical pest control method like different kinds of nest and trap, utilizing friendly pest, use of resistant varieties of seeds for farming and reduce the use of pesticides. ഇത് മുതൽ അതുവരെയുള്ള അടയാളപ്പെടുത്തിയിട്ടുണ്ട്, അത് പഠിക്കുക. പലതരം വലകളും കെണികളും കൊണ്ടുള്ള കീട നിയന്ത്രണ മാർഗങ്ങൾ, മിത്ര കീടങ്ങൾ, കീടബാധ ചെറുക്കാൻ കഴിവുള്ള വിത്തിനങ്ങൾ കൃഷി എന്നിവയിലൂടെ കീടനാശിനികളുടെ ഉപയോഗം പരമാവധി കുറയ്ക്കുന്ന രീതിയാണ് സംയോജിത കീട നിയന്ത്രണം എന്ന് പറയുന്നത്. അടുത്തത് നമ്മൾ പറഞ്ഞു. ഇപ്പോൾ അടുത്ത് അത് ഏതൊക്കെയാണെന്ന് എങ്ങനെയൊക്കെയാണെന്നുള്ളത് ഒക്കെ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ നമ്മൾ ഇന്റഗ്രേറ്റഡ് ഫാമിങ്ങിന്റെ അഡ്വാൻറ്റേജസും പോസിബിലിറ്റീസും, ഫുഡ് സേഫ്റ്റി, റെഡ്യൂസിങ് ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, അതെന്താണെന്നുള്ളത് ഇപ്പുറമുണ്ട്. അത് 3 ക്വസ്റ്റ്യൻസ്, അത് പഠിക്കണം. പിന്നെ സ്മാർട്ട് ഫാമിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് ആധുനിക സാങ്കേതിക വിദ്യകൾ കൃഷിയിൽ ഫലപ്രദമായി പ്രയോജനപ്പെടുത്തുന്നതാണ് സ്മാർട്ട് ഫാമിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, സ്മാർട്ട് ഫാമിങ്ങിന്റെ മെത്തേഡ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഇന്റർനെറ്റ് തിങ്സ്, ഹൈഡ്രോപോണിക്സ്, എയറോപോണിക്സ്. ഓക്കെ, ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ പ്രയോജനപ്രദമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിന്റെ ബാക്കി മറ്റൊരു വീഡിയോയിലൂടെ കാണാം. ഓക്കെ, താങ്ക്